നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മത്സരങ്ങൾ നിർത്തിവെച്ചു. മസ്തകത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ കണ്ടെത്തി. ആനയ്ക്ക് ചികിത്സ നൽകിയ ഏഴാറ്റുമുഖം എലിച്ചാനിയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ ആനയെ കണ്ടത്. മതിലകത്തെ കൊലപാതക ശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ. കണ്ണനാംകുളം മുന്നാക്കപ്പറമ്പിൽ നൌഷാദാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മത്സരങ്ങൾ നിർത്തിവെച്ചു. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘട്ടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. വിധി നിർണയം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റി. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായതായി പറയുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. മത്സരാർത്ഥികളെ കൂടാതെ മത്സരം കാണാൻ വന്ന നിരവധി പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാളയിലെ വിവിധ ആശുപത്രികളിലായി സ്റ്റേജിൽ കുഴഞ്ഞുവീണ മത്സരാർത്ഥികൾ പ്രാഥമിക ശുശ്രൂഷ തേടിയിരുന്നു. മെഡിക്കൽ സപ്പോർട്ടും ഫയർ ആൻഡ് റെസ്ക്യൂവും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നു. കലോത്സവത്തിന്റെ തുടക്കം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പോലീസ് വേണ്ട രീതിയിൽ സംരക്ഷണം ഒരുക്കിയിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം മാള. മസ്തകത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ കണ്ടെത്തി. ആനയ്ക്ക് ചികിത്സ നൽകിയ ഏഴാറ്റുമുഖം എലിച്ചാനിയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ ആനയെ കണ്ടത്. ആനയെ നിരീക്ഷിക്കാനായി നിയോഗിച്ച വാച്ചർമാരാണ് വിവരം ഫോറസ്റ്റ് റേഞ്ചറെ അറിയിച്ചത്. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും തീറ്റ എടുക്കുന്നുണ്ടെന്നും നിരീക്ഷണത്തിൽ കണ്ടെത്തി. മസ്തകത്തിലെ മുറിവ് ഉണങ്ങിയ നിലയിലാണ്. നിരീക്ഷണം വരും ദിവസങ്ങളിലും തുടരുമെന്നും DFO പറഞ്ഞു. ഡിസംബർ 14-നാണ് ഏഴാറ്റുമുഖം പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടത്. 24-നാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടി നൽകി മുറിവിൽ മരുന്ന് വെച്ച് ചികിത്സ നൽകിയത്. തുടർന്ന് കാടുകയറിയ കൊമ്പനെ തിങ്കളാഴ്ചയാണ് വീണ്ടും കാണുന്നത്. ചാലക്കുടി വാൽപ്പാറ ETR എസ്റ്റേറ്റിലെ റേഷൻ കടയിൽ കയറിയ കാട്ടാനയുടെ ആക്രമണത്തിൽ വൃദ്ധയ്ക്ക് പരിക്ക്. ജയശ്രീ പ്രൈവറ്റ് എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ETR എസ്റ്റേറ്റിലെ തൊഴിലാളി അന്നലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. 26-ന് രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. രാത്രിയോടെ കാട്ടാന ജനവാസ കേന്ദ്രത്തിലെത്തി. തുടർന്ന് റേഷൻ കടയുടെ വാതിൽ തകർത്തു. റേഷൻ കടയോട് ചേർന്നുള്ള മുറിയിൽ താമസിക്കുന്ന അന്നലക്ഷ്മി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. ഇവരെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് ചവിട്ടുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ സമീപവാസികളാണ് ബഹളം വെച്ച് ആനയെ ഓടിച്ചുവിട്ടത്. വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. മതിലകത്തെ കൊലപാതക ശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ. 2018-ൽ 3 പീടികയിലുള്ള ബാറിലുണ്ടായ വഴക്കിനെ തുടർന്നുള്ള വിരോധത്താൽ 2018 വർഷം അർസൽ തിണ്ടിക്കൽ എന്നയാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ കണ്ണനാംകുളം മുന്നാക്കപ്പറമ്പിൽ നൌഷാദാണ് പിടിയിലായത്. പ്രതി കണ്ണനാംകുളത്തുള്ള വീട്ടിലെത്തിയെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് മതിലകം പോലീസ് പ്രതിയെ പിടികൂടിയത്. ഒളിവിലായിരുന്ന പ്രതിക്കെതിരെ ഇരിഞ്ഞാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി 2023 ഡിസംബർ മാസത്തിൽ പിടികിട്ടാപ്പുള്ളിയായി വാറന്റ് പുറപ്പെടുവിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഷാജി MK, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രജീഷ്, ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, സബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. പൊതു സമൂഹത്തിൽ ഒത്തിരി വിഷയങ്ങൾ പല രീതികളിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള നയങ്ങൾ മൂലം പ്രതിസന്ധികളേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് എന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ എല്ലാം ഇല്ലാതാകുന്നൊരു സാഹചര്യങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ മേഖലകളിൽ, ഇത് നമ്മുടെ പെൻഷൻസ് മേഖല മാത്രമല്ല, മറ്റു ഇതര മേഖലകളിൽ നമ്മുടെ കൊച്ചുകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം, ആരോഗ്യ മേഖലയിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ ഉൾപ്പെടെ ഇന്ന് നമ്മൾ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത്, ഇതിനെല്ലാം മറികടക്കുക കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, വൈസ് പ്രസിഡന്റ് ജോയ് മണ്ടകത്ത്, KA ഹനീഫ, PP പുഷ്പാങ്കദൻ, PS സേതുമാധവൻ, ജോൺസൺ കണ്ണമ്പുഴ, AK സെലീന, PM സന്തോഷ്, NL ജേക്കബ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ സംഘർഷം, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്, മത്സരങ്ങൾ നിർത്തിവെച്ചു. മസ്തകത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ കണ്ടെത്തി. ആനയ്ക്ക് ചികിത്സ നൽകിയ ഏഴാറ്റുമുഖം എലിച്ചാനിയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ ആനയെ കണ്ടത്. മതിലകത്തെ കൊലപാതക ശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ. കണ്ണനാംകുളം മുന്നാക്കപ്പറമ്പിൽ നൌഷാദാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.